പ്രൈസ് ഒരിക്കലെങ്കിലും നിങ്ങളെ എഫ് ഇ ജിയിൽ തട്ടി എഫ് ഇ ജി റെസ്പെക്റ്റ് ചെയ്യാതെ താഴോട്ട് തന്നെ പോയിട്ടുണ്ടോ? ബുള്ളിഷ് എഫ് ഇ ജി ആണെങ്കിൽ താഴോട്ടും ബിയറിഷ് എഫ് ഇ ജി ആണെങ്കിൽ മുകളിലോട്ടും പോയിട്ടുണ്ടോ? ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്റ്റ് ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ലേ? എന്നിട്ട് ലോസ് വന്നിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക്? അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ഞാൻ ട്രേഡിലേക്ക് ICT. നമ്മുടെ ചാനലിൽ ICT SMC കോൺസെപ്റ്റ് മലയാളത്തിൽ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഇൻഎഫിഷ്യൻസിയാണ്. ഒരു ഇംബാലൻസ് സോൺ, ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇൻവേർഷൻ FEG എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു FEG ഫിൽ ചെയ്തതിനു ശേഷം അത് സപ്പോർട്ട് റെസിസ്റ്റൻസിനെ പോലെ ഓപ്പോസിറ്റ് സൈഡിൽ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഇൻവേർഷൻ FEG എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പ്രൈസ് ഒരു ബുള്ളിഷ് FEGയിൽ വന്ന് ഫിൽ ചെയ്യുന്നു. ആ FEG റെസ്പെക്ട് ചെയ്യാതെ ആ FEGയിൽ നിന്ന് റിവേഴ്സ് ആകാതെ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അവിടെ കുറെ ആൾക്കാരുടെ SL ഹിറ്റ് ആവുന്നു. ഇവിടെയാണ് IFEG വരുന്നത്. ഈ FEG പിന്നെ ഒരു ബിയറിഷ് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. പ്രൈസ് ഒരു ബിയറിഷ് FEG ഫിൽ ചെയ്യുന്നു, പിന്നെ അതൊരു ബുള്ളിഷ് സപ്പോർട്ടായി ആക്ട് ചെയ്യും. ഇങ്ങനെ പ്രൈസ് FEG റെസ്പെക്ട് ചെയ്യാതെ പോയാൽ പിന്നെ അതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസിനെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇൻവേർഷൻ FEG എന്ന് പറയുന്നത്. നമുക്ക് IFEGയുടെ ഉദാഹരണം നോക്കാം. ഇവിടെ ഒരു FEG ഉണ്ട്, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ നീലകുളത്തിലുള്ള ഒരു FEG. ഈ ബുള്ളിഷ് FEG ആണിത്. ഈ FEGയിലേക്ക് മാർക്കറ്റ് വരുമ്പം എല്ലാവരും എന്താണ് ചിന്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ FEGയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ എല്ലാവരും ഒരു ബൈ സിനാരിയോ ആയിരിക്കും കാണുന്നത്, ബൈയിലേക്കുള്ള പ്രോബിലിറ്റി ആയിരിക്കും കാണുന്നത്. അപ്പം ഈ FEG റെസ്പെക്റ്റ് ചെയ്യാതെ മാർക്കറ്റ് വീണ്ടും ഈ FEGയിൽ നിന്ന് ഡൗൺ ആവുകയാണെങ്കിൽ പിന്നെയും ആ FEGയിലേക്ക് തിരിച്ചു വന്ന് ആ FEG ഒരു സപ്പോർട്ടിനെ പോലെ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റ് വീണ്ടും ഡൗൺ ആകുന്ന ഒരു ഇതിനെയാണ് IFEG എന്ന് പറയുന്നത്. ഈ FEG പിന്നെ ഇൻവേർഷൻ FEG ആണ്. ഇൻവേർഷൻ ആയിക്കൊണ്ടാണ് ഇത് ആക്ട് ചെയ്യുക. ഈ FEG ഇവിടുത്തെ ഈ ബുള്ളിഷ് FEG നേരെ ബിയറിഷ് FEG ആയി മാറും. ഇതിനെയാണ് ഇൻവേർഷൻ FEG എന്ന് അറിയപ്പെടുന്നത്, IFEG. ഇങ്ങനത്തെ ഒരു ഇൻവേർഷൻ FEGയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഇവിടുന്ന് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ തട്ടി ഇവിടുന്ന് ഒരു ഡൗൺ സൈഡിലേക്ക് നമുക്കൊരു എൻട്രി നോക്കാവുന്നതാണ് ഇൻവേർഷൻ FEG വരുമ്പോൾ. ഇങ്ങനെയാണ് ബ്രേക്കർ ബ്ലോക്ക്, ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുന്നതിനെയാണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് FEG ഫെയിൽ ആവുന്നതാണ് ഇൻവേർഷൻ FEG എന്ന് അറിയപ്പെടുന്നത്. ഒരു ബിയറിഷ് FEGന്റെ കേസിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബിയറിഷ് FEG കണ്ടില്ല. ഈ ബിയറിഷ് FEG റെസ്പെക്റ്റ് ചെയ്യാതെ ഈ നേരെ ക്യാൻഡിൽ ഹൗസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താവും, പിന്നെ മാർക്കറ്റ് ഈ FEGയിലേക്ക് വരും. ഈ FEGയിലേക്ക് വന്നുകൊണ്ട് ഈ ബിയറിഷ് FEG ഇൻവേർഷൻ FEG ആയി മാറും. എന്നിട്ട് ഇത് ഒരു സപ്പോർട്ടിനെ പോലെ ആക്ട് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് സിനാരിയോയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. ബിയറിഷ് FEG ഇൻവേർഷൻ ബുള്ളിഷ് FEG എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് IFEG ആയി ആക്ട് ചെയ്യുന്നത്. FEG റെസ്പെക്റ്റ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അടുത്തൊരു റെസ്പെക്റ്റ് IFEG ആയി FEG ആക്ട് ചെയ്യാൻ പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഇങ്ങനത്തെ IFEGs വരുമ്പോൾ കൺഫർമേഷനും എല്ലാം നോക്കിയതിനു ശേഷം വേറെ രീതിക്ക് എൻട്രി നോക്കാവുന്നതാണ്. ഇപ്പം ബിയറിഷ് FEG ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ബുള്ളിഷ് സിനാരിയോയിലേക്ക് മാർക്കറ്റ് മൂവ് ആവുകയാണെങ്കിൽ പിന്നെയും ആ FEGന്റെ അങ്ങോട്ട് ഒരു ഇൻവേർഷനിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടുന്ന് ഒരു ബൈ പൊസിഷൻ നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ബൈ പൊസിഷൻ നോക്കാവുന്നതാണ് അടുത്തൊരു ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക്. ഇങ്ങനെയാണ് IFEG ആക്ട് ചെയ്യുന്നത്. നമുക്കൊരു റിയൽ ചാർട്ട് എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബിയറിഷ് FEG ഉണ്ട്. ഈ FEG റെസ്പെക്റ്റ് ചെയ്യാതെ മാർക്കറ്റ് നേരെ ബുള്ളിഷ് ആയിക്കാണ്. പിന്നെ ഇവിടെ ഒരു FEGയോട് കൂടി തന്നെയാണ് ഒരു ബുള്ളിഷ് ആയത്. ഇവിടെ ഒരു ബുള്ളിഷ് FEG ഉണ്ട്. ഇവിടെ ഈ ഇൻവേർഷൻ FEGയിലെ ഈ IFEG എടുത്തിട്ട് മാർക്കറ്റ് നേരെ അടുത്ത ഡയറക്ഷനിലേക്ക് അടുത്ത ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് മൂവ് ആയി. ഇവിടെ എന്താ, ഈ FEGയുടെ C ലെവൽക്കൊന്നും വന്നിട്ടില്ല. ഈ ബുള്ളിഷ് FEGയുടെ C ലെവൽക്കൊന്നും മാർക്കറ്റ് ഇവിടെ വന്നിട്ടില്ല. ഈ IFEG എടുത്ത് IFEGയുടെ ഒരു ചെറിയൊരു ലെവലിലേക്ക് വന്ന് മാർക്കറ്റ് മൂവ് ആയി. ഇവിടെ ഇങ്ങനത്തെ കേസിൽ വരുമ്പം ഇവിടെ ഈ FEGയിലെ ഈ ബുള്ളിഷ് FEGയുടെ ഡൗൺ സൈഡിൽ SLഉം അടുത്ത ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് ടാർഗറ്റും വെക്കാവുന്നതാണ്. ഇവിടെ ഈ IFEGയിൽ നിന്ന് നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഒരു ചാർട്ട് എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബിയറിഷ് FEG ഉണ്ട്. ഈ ബിയറിഷ് FEG റെസ്പെക്റ്റ് ചെയ്യാതെ മാർക്കറ്റ് മുകളിലോട്ട് അപ്പാണ്. പിന്നെ ഈ മുകളിലോട്ട് അപ്പാവാൻ വേണ്ടി ഇവിടെ കുറേ ബുള്ളിഷ് FEGs ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ FEGയിലേക്കൊന്നും മാർക്കറ്റ് വന്നിട്ടില്ല. ഇവിടെ മാർക്കറ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ എന്തായി, ഈ IFEGയിലെ ഈ ഇൻവേർഷൻ FEGയിലേക്ക് മാർക്കറ്റ് വന്നു. ഈ ഇൻവേർഷൻ FEG എടുത്തിട്ട് മാർക്കറ്റ് അടുത്ത ലിക്വിഡിറ്റി തേടിയാണ് മാർക്കറ്റ് അപ്പായത്. അപ്പം നമ്മളെന്താണ് ഇങ്ങനെ പോകുമ്പോൾ ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FEGയിലേക്ക് മാർക്കറ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ എൻട്രി മിസ് ആവുകയാണ് ചെയ്യുന്നത്. FEG എന്തായി, ഇൻവേർഷനായി കണ്ടും ആക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഇങ്ങനെ SLഉം ടാർഗറ്റ് നമുക്ക് അടുത്ത ലിക്വിഡിറ്റിയിലേക്ക് പോയി ഇങ്ങനെ വെക്കാവുന്നതാണ്. ഇങ്ങനെയാണ് IFEGs യൂസ് ചെയ്ത് കണ്ട് എൻട്രി എടുക്കാറ്.
ഇൻവേർഷൻ FEG എന്ന് പറയുന്നത് സിമ്പിളായി മാർക്കറ്റിൽ ഇൻഎഫിഷ്യൻസി ഫിൽ ചെയ്തതിന് ശേഷം അത് റിവേഴ്സായി ഓപ്പോസിറ്റ് പോളാരിറ്റി സോൺ പോലെ ആക്ട് ചെയ്യുന്നു. ഇതിനെയാണ് ഇൻവേർഷൻ FEG എന്ന് പറയുന്നത്. ബാക്ക് ടെസ്റ്റ് ചെയ്ത് ചാർട്ടിൽ വെരിഫൈ ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡർ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ICTയുടെ വേറൊരു കോൺസെപ്റ്റുമായി വരാം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.